ഹായ് ബ്രീസ്, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. ഇന്നത്തെ ഈ ഒരു വ്ലോഗിൽ എനിക്ക് കിട്ടിയ ഒരു പണിയാണ് ഞാൻ പറയാൻ പോകുന്നത്. കാക്കകരയിൽ നിന്ന് പണിയാണ് പറയാൻ പോകുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മിക്കവാറും ഉള്ള വണ്ടിപ്രാന്തന്മാർക്കും അതുപോലെ തന്നെ മെക്കാനിക്കലായിട്ട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ കിട്ടുന്ന ഒരു പണിയായിരിക്കും ഇതുപോലത്തെയൊക്കെ പണി എന്ന് പറയുന്നത്. അതായത് ഈ ബോൾട്ടൊക്കെ നമ്മൾ മുറുക്കുന്ന സമയത്ത് ആ ബോൾട്ട് അത്രയും നമ്മൾ മൈന്യൂട്ടായിട്ട് അതിട്ട് നമ്മൾ അത്രയും ഫോക്കസ് ചെയ്തിട്ട് അത് മുറുക്കി വരുമ്പോൾ അല്ലെങ്കിൽ ടൈറ്റ് ചെയ്ത് വരുന്ന സമയത്ത് അത് ബ്രേക്കായി പോകുന്നത്, അത് വല്ലാത്തൊരു ഫീലാണ്. അതുപോലെയാണ് എനിക്കിപ്പോൾ കിട്ടിയൊരു പണി എന്ന് പറയുന്നത്. ഈ ഒരു വ്ളോഗിൽ കാണിക്കുന്നത് ഇതാണ്. ബൈബറിൻ്റെ ഒരു ബ്രേക്കിംഗ് കാലിപ്പറാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്ലൂയിഡൊക്കെ ഒഴിച്ച് അത് ബ്ലീഡ് ചെയ്ത്, അതായത് ഈ ഒരു ബ്ലീഡിങ് സ്ക്രൂ വഴി ബ്ലീഡ് ചെയ്തപ്പോൾ ഇതിനകത്ത് ഒരുപാട് നമ്മൾ എടുക്കാതിരുന്നതിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ ഈ അഴുക്കൊക്കെ ഉണ്ടായിരുന്നു ഈ ട്യൂബിലൊക്കെ. അപ്പം അത് ഇങ്ങനെ ബ്ലീഡ് ചെയ്ത് കളഞ്ഞ് അതിന് ശേഷം നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് അത് കറക്റ്റ് ചെയ്ത് ബ്ലീഡ് ചെയ്ത് ആ ഒരു എയർ ബബിൾസൊക്കെ കളഞ്ഞിട്ട് നമ്മൾ അതിനകത്തുള്ള ആ ഒരു എയർ തങ്ങി നിൽക്കുന്ന ഒരു പ്രോബ്ലം വരും. അതായത് നമ്മൾ ഫസ്റ്റ് ഇത് സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ ബ്രേക്ക് പിടിക്കുമ്പം കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മളതിങ്ങനെ ലിവർ നമ്മൾ പുള്ള് ചെയ്ത് ഇതുപോലെ ഇങ്ങനെ പുള്ള് ചെയ്ത് വേണം ഇതിനകത്തൊന്ന് പമ്പ് ചെയ്തിട്ട്, അതായത് ഈ ഒരു ബോൾട്ട് വഴി നമ്മൾ ബ്ലീഡ് ചെയ്ത് കളയേണ്ടത്. അങ്ങനെ ഞാനത് ബ്ലീഡ് ചെയ്ത് പിന്നെ മുറുക്കി ടൈറ്റ് ചെയ്ത് ലൂസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് അങ്ങനെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇതിൻ്റെ ത്രെഡ് പോയപ്പം ഇപ്പോൾ വണ്ടി നല്ല രീതിയിൽ ഓടി വന്നിട്ടൊന്ന് പ്രഷറിൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. കണ്ടോ, ഇതിങ്ങനെ ലീക്കായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന് ഓരോ സൈസ് ഉണ്ട്. അതായത് ഈ ഒരു ബ്ലീഡിങ് സ്ക്രൂവിന് പല ടൈപ്പ് സൈസാണ് വരുന്നത്. അതായത് നമ്മൾ 10-ൻ്റെ സ്പാനർ ഇട്ട് പിടിക്കുമ്പോഴും 8-ൻ്റെ mm വരുന്ന സ്പാനർ ഇട്ട് പിടിക്കുമ്പോഴും എല്ലാം ഈ ഒരു ബോൾട്ടിൻ്റെ സൈസ് ആയിരിക്കത്തില്ല ഇതിൻ്റെ ഉള്ളിലെ ത്രെഡിന് വരുന്നത്, തമ്മിൽ വ്യത്യാസം കാണും. അപ്പോൾ ഇത് 11 mm സ്പാനറാണ് ഇതിനകത്ത് പിടിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ത്രെഡ് എന്ന് പറയുമ്പോൾ, അതായത് ഈ ബൈബറിൻ്റെ ഈ ഒരു മോഡലിന് വരുന്നത് ഏറ്റവും വലിയ ഹോളാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള വലിപ്പമുള്ള ബ്ലീഡിങ് സ്ക്രൂ ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിനപ്പുറത്തോട്ടൊരെണ്ണം ഇല്ല, ഇതിൻ്റെ താപ്പോട്ടാണ് എല്ലാം വരുന്നത്, സൈസ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം 2 ബോൾട്ട് മാറി നോക്കി വേറെ വല്ല പ്രശ്നമാണോ എന്ന് അറിയാൻ വേണ്ടി, ചെക്ക് ചെയ്യാൻ വേണ്ടി. എന്നിട്ടും ഇങ്ങനെ ലീക്കായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ അവസാനം ഇതിനകത്ത് നോക്കിയപ്പോഴാണ് ഈ ഒരു ഉള്ളിലെ ഹോളിൽ ത്രെഡ് ഫുള്ള് കംപ്ലീറ്റ് പോയി. അപ്പം അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അങ്ങനെയാണ് ഇത് ഇത്രയും ലീക്ക് വരാൻ കാരണമായത്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് ഇതുപോലൊക്കെ ഒരു വാഹനം പണിയുന്ന സമയത്ത് ശരിക്കും ഈ ബോൾട്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം നമ്മൾ മുറുക്കാൻ. ഇന്നലെ ആയിരുന്നെങ്കിൽ ഇതിനകത്തുനിന്ന് ഭയങ്കരമായിട്ട് ഈ ഫ്ലൂയിഡ് ലീക്കായി, അതാണ് ഈ പാടൊക്കെ കിടക്കുന്നത്. ഞാൻ ഈ ഒരു കാലിപ്പർ ലെയ്ത്തിൽ കൊണ്ട് കാണിച്ച് എന്തെങ്കിലും ഒരു വഴിയുണ്ടോ എന്ന് ചോദിക്കാം. അതായത് നമുക്ക് ത്രെഡ് ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ത്രെഡ് ഇടാൻ പറ്റുമായിരുന്നു, ഇതിനേക്കാളും സൈസ് ഇച്ചിരി കുറവായിരുന്നുണ്ടെങ്കിൽ. പിന്നെയെന്ന് പറയുമ്പോൾ ഈ ബോൾട്ട് ലാസ്റ്റ് സൈസാണ്, ഇതിൻ്റെ അപ്പുറത്തോട്ടൊരു സൈസ് ഇല്ല. അപ്പം നമുക്ക് പിന്നെ ബോൾട്ട് ചിലപ്പോൾ ചെയ്തെടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. ഇതിനപ്പുറത്തോട്ടൊരു സൈസ് ഇല്ലാത്തതുകൊണ്ട് ഇത് 11 ആണ് വരുന്നത്, M10 M11 അങ്ങനെ ആ ഒരു സൈസിലാണ് വരുന്നത്. ഏറ്റവും വലിയ സൈസാണ്. ഇതിൻ്റെ താപ്പോട്ടില്ല. അപ്പം അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ലെന്നാണ് ലെയ്ത്തിലെ വർക്ക്ഷോപ്പിലെ ആൾക്കാർ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് തിരിച്ചു കൊണ്ടുവന്നു. ഇനി ഈ ഒരു കാലിപ്പർ ഫുള്ള് മാറണം, ഫുള്ള് പുതിയത് മേടിച്ച് സെറ്റ് ചെയ്യണം. അപ്പോൾ ആ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ എന്തുകൊണ്ടും നമ്മളൊരു വാഹനം സെറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെഡിയാക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. അതായത് കറക്റ്റ് ടോർക്കിൽ കറക്റ്റ് രീതിയിലായിരിക്കണം മുറുക്കേണ്ടത്. എപ്പോഴും നമ്മൾ ഊരിയും എടുത്തു ഇരിക്കുന്ന സമയത്ത് ഈ ത്രെഡിലൊക്കെ പ്രശ്നം വരും. അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രിപ്പ്, ഈ ബോൾട്ടിൻ്റെയൊക്കെ ഗ്രിപ്പ് ചിലപ്പം പോവാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും ബെറ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു അടിപൊളി സ്പാനർ, റിംഗ് സ്പാനർ അല്ലെങ്കിൽ ബോക്സ് സ്പാനർ അതൊക്കെ ഇട്ട് പിടിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഡബിൾ എൻഡ് ഒക്കെ ഇട്ട് പിടിക്കുന്ന സമയത്ത് ത്രെഡ് തെറ്റിപ്പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. എനിക്ക് കിട്ടിയ ഒരു പണിയാണ്. ഞാനിപ്പം ബ്രേക്ക് ഇല്ലാതാണ് ഇപ്പോൾ ഇത് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഞാനിത് ഫുള്ള് ഊരി വിട്ടേക്കുവാണ്. കാരണം ലീക്കായി താഴെ എല്ലാം വീഴുവാണ്. അതുപോലെ ഈ ബ്രേക്ക് ഫ്ലൂയിഡ് വീഴുന്ന ആ ഒരു സ്ഥലത്തെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ
പൊളിഞ്ഞ് അല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുന്നത് പൊരിഞ്ഞ് ഇളകുക എന്നൊക്കെ പറയത്തില്ലേ, ഇങ്ങനെ പൊളിഞ്ഞ് വരും പെയിൻറ്റ്, ആ ഒരു രീതിയിലേക്ക് വരും. അതുകൊണ്ട് ഫുള്ള് ഞാൻ ബ്ലീഡ് ചെയ്ത് കളഞ്ഞിട്ട് ഇത് ബോൾട്ടിട്ട് വെച്ചേക്കുവാണ്. എന്നിട്ടും കണ്ട് ഇവിടെ ഇങ്ങനെ നമുക്ക് വരുന്നുണ്ട്, അതായത് കണ്ടോ ലീക്കായിട്ട് വരുന്നുണ്ട്. അത് അതിനകത്ത് നിൽക്കുന്ന ആ ഫ്ലൂയിഡാണ് ഈ വരുന്നത്. ബാക്കിയെല്ലാം ഞാൻ കളഞ്ഞു, ഓൾമോസ്റ്റ് എല്ലാം കളഞ്ഞു. ഇപ്പോൾ ബ്രേക്ക് ഇല്ലാതാണ് ഓടുന്നത്. ഇനി വേറൊരു ബ്രേക്കിംഗ് കാലിപ്പർ സിസ്റ്റം മേടിച്ച് വെക്കണം. അപ്പോൾ അതുവരെ നമ്മൾ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. എനിക്ക് പറ്റിയ ഒരു അബദ്ധവും അതുപോലെ എനിക്ക് കിട്ടിയ ഒരു പണിയുമാണ്. ഞാൻ ബൈക്ക് ഫുള്ള് സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. കാരണം ഈ ഒരു ബൈക്ക് എന്ന് പറയുന്നത് 1 and only പീസാണ്. കാരണം സ്റ്റോക്കിൽ തന്നെ നമ്മളൊരു കഫേ സ്റ്റൈലിലാണ് ഇത് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരു സ്ക്രാമ്പിളർ അല്ലെങ്കിൽ ഒരു ഓഫ് റോഡ് ആ ഒരു രീതിയിലാണ് ഇത്. പക്ഷേ ഒറ്റൊരെണ്ണേ ഉള്ളൂ, ദാറ്റ്സ് 1 and only പീസ്. ഒരു ബൈക്കിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.